കേരളത്തിൽ വീണ്ടും ആശങ്കയുണർത്തി ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം അതിവേഗം പടരുകയാണ്. മുൻവർഷങ്ങളിൽ 1-2 പേർക്ക് മാത്രം വന്നുപോയിരുന്ന രോഗം ഇപ്പോൾ വടക്കൻ കേരളത്തിൽ തുടങ്ങി തെക്കൻ ജില്ലകളിൽ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് 167 ഷിഗല്ല കേസുകളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ മാസം മാത്രം 91 കേസുകളും. നിർഭാഗ്യവശാൽ കോഴിക്കോട്ടും മലപ്പുറത്തുമായി 6 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരനാണ് ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കേസുകളുമുള്ളത്. തൊട്ടുപിന്നാലെ വയനാട്ടിലെ സ്കൂൾ കുട്ടികളിലും മലപ്പുറത്തും രോഗബാധ കണ്ടെത്തി. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ജില്ലകളിലും രോഗത്തിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് സാഹചര്യത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. ഷിഗല്ല ഒരു വൈറസ് അല്ല. ഈക്കോളിയുമായി ജനിതകമായി അടുത്ത ബന്ധമുള്ള കുടലിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ഒരാളുടെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന അണുബാധ ഉണ്ടായാൽ തീവ്രമായ വയറിളക്കത്തിന് കാരണമാകുന്നു. ഷിഗലോസിസ് അഥവാ ഷിഗല്ല എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ബാക്ടീരിയകളാണ് ഈ രോഗമുണ്ടാക്കുന്നത്. വൃത്തിയല്ലാത്ത സാഹചര്യങ്ങളാണ് ഈ ബാക്ടീരിയയ്ക്ക് വളരാൻ സാഹചര്യമൊരുക്കുന്നത്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇത് പ്രധാനമായി പടരുക. കിണറുകളിലെ വെള്ളത്തിൽ മലമൂത്ര വിസർജ്യങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതാണ് പ്രധാന വില്ലൻ. കൂടാതെ വ്യക്തി ശുചിത്വമില്ലായ്മ, ഹോട്ടലുകളിലും ബേക്കറികളിലും ജ്യൂസുകൾക്കായി ഉപയോഗിക്കുന്ന ഗുണനിലവാരമില്ലാത്ത ഐസ്, വൃത്തിഹീനമായ ഭക്ഷണം കൈകാര്യം ചെയ്യൽ എന്നിവയിലൂടെ രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം അതിവേഗം വ്യാപിക്കുന്നു. വിരലുകളിൽ നഖം വെട്ടി വൃത്തിയാക്കാതിരിക്കുന്നതും ഈ ബാക്ടീരിയയ്ക്ക് മനുഷ്യ ശരീരത്തിലേക്ക് കയറാനുള്ള എളുപ്പവഴിയാണ്. വളരെ കുറഞ്ഞ അളവിലുള്ള ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും രോഗമുണ്ടാക്കാൻ അതിന് സാധിക്കും. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച 1-2 ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കഠിനമായ വയറുവേദനയും പനിയും വിട്ടുമാറാത്ത വയറിളക്കവുമാണ് പ്രധാന ലക്ഷണങ്ങൾ. പലപ്പോഴും മലത്തോടൊപ്പം രക്തമോ കഫമോ കാണപ്പെടാം. ഇതാണ് ഷിഗല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. ഇതിനൊപ്പം ഛർദിയും വിറയലും ശരീരത്തിൽ നിന്ന് വെള്ളം വറ്റിപ്പോകുന്ന അവസ്ഥയും പിടിപെടും. മുതിർന്നവരിൽ ഇത് പെട്ടെന്ന് ഭേദമാകാമെങ്കിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെ ബാധിച്ചാൽ ഗുരുതരമാകാനും ജീവന് തന്നെ ഭീഷണിയാകാനും സാധ്യതയുണ്ട്. ആഹാരം കഴിക്കുന്നതിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും നന്നായി കഴുകണം. കുടിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. കിണറുകളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുക. പഴകിയ ആഹാരങ്ങൾ ഒഴിവാക്കുക. ജ്യൂസ് കുടിക്കുമ്പോൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉണ്ടാക്കുന്ന ഐസ് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. തട്ടുകടകളിലെയും ഹോട്ടലുകളിലെയും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. രോഗലക്ഷണങ്ങളുള്ളവർ വീട്ടിലെ മറ്റുള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം. അവരുടെ വസ്ത്രങ്ങളും പാത്രങ്ങളും പ്രത്യേകം സൂക്ഷിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ പാടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഉടൻ തന്നെ ORS ലായി നൽകുകയും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ഭയമല്ല, കൃത്യമായ പ്രതിരോധമാണ് ഷിഗല്ലയെ ദൂരെ നിർത്താൻ നമുക്ക് ആവശ്യം.